മധ്യപൂർവേഷ്യയുടെ മരുഭൂമികൾക്കുമീതെ ഒരു നിശബ്ദ കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നു. ലോകശക്തികൾ തമ്മിലുള്ള സംഘർഷം കഠിനമാകുമ്പോൾ ഓരോ രാജ്യവും തങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാക്കുന്നു. അമേരിക്കയും സഖ്യകക്ഷികളും സമ്മർദ്ദം വർദ്ധിപ്പിക്കുമ്പോൾ ഇറാൻ ഒരു രാഷ്ട്രമെന്ന നിലയിൽ തന്റെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യബോധവും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്നു. ഈ സംഘർഷത്തിനിടയിൽ ലോകം അധികം ശ്രദ്ധിക്കാത്ത ഒരു ശക്തി, ചൈന, ശാന്തമായി കൃത്യമായി തന്റെ നീക്കങ്ങൾ ആരംഭിക്കുന്നു. ഇറാനിലെ പ്രഭാതം പുറമെ ശാന്തത, എന്നാൽ അകത്തേക്ക് ശക്തമായി പ്രതിരോധത്തിന്റെ വികാരം. ജനങ്ങൾ അവരുടെ രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായ അതിരുകളായി കാണുന്നില്ല. അത് അവരുടെ വിശ്വാസവും ചരിത്രവും ചേർന്നൊരു ആത്മാവാണ്. യുദ്ധത്തിന്റെ നിഴലിൽ പോലും ഈ ആത്മാവ് കൂടുതൽ ശക്തമാകുന്നു. തെരുവുകളിലും പള്ളികളിലും ഒരേ സന്ദേശം: അവർ വഴങ്ങില്ല. അവരുടെ ഐക്യവും സഹിഷ്ണുതയും ഒരു ശക്തമായ ഇറാനെ നിർമ്മിക്കുന്നു. അതിനിടെ ചൈനയുടെ കഥ വേറൊരു വഴിയിൽ നീങ്ങുന്നു. ശക്തി പ്രകടനം മാത്രമല്ല, നയതന്ത്രമാണ് അവരുടെ ആയുധം. ലോകം യുദ്ധത്തിന്റെ ശബ്ദത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചൈന ശാന്തമായ സംഭാഷണങ്ങളിലൂടെ ഒരു പുതിയ വഴി തുറക്കുന്നു. ഇറാനെ ചർച്ചാമേശയിലേക്ക് നയിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ സമ്മർദ്ദത്തിലൂടെ അല്ല, വിശ്വാസത്തിലൂടെയാണ്. ഇറാനും ചൈനയും തമ്മിലുള്ള ബന്ധം വെറും വ്യാപാര ബന്ധമല്ല, അത് പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിത്തറയിൽ നിൽക്കുന്ന ഒരു സഖ്യമാണ്. ലോക സമ്മർദ്ദങ്ങൾക്കിടയിലും ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. ചൈനയ്ക്ക് ഇറാൻ ഒരു തന്ത്രപ്രധാന പങ്കാളി, ഇറാന് ചൈന വിശ്വസനീയ കൂട്ടാളി. ഈ ബന്ധത്തിന്റെ യഥാർത്ഥ ശക്തി പ്രതിസന്ധിയുടെ സമയത്താണ് ലോകം തിരിച്ചറിഞ്ഞത്. ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ ഊർജ്ജധമനി സംഘർഷത്തിന്റെ ഹൃദയമായി മാറുന്നു. അത് അടയുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ കുലുങ്ങുന്നു. എന്നാൽ ഇവിടെ പോലും ചൈനയുടെ ഇടപെടൽ നിർണായകമാണ്. ബലമല്ല, സംഭാഷണമാണ് പരിഹാരം എന്ന നിലപാട് അവർ ഉറച്ചുപിടിക്കുന്നു. ഇതിലൂടെ ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് വഴി തുറക്കപ്പെടുന്നു. ഇത് വെറും യുദ്ധത്തിന്റെ കഥയല്ല, ഒരു പുതിയ ലോകക്രമത്തിന്റെ ഉദയമാണ്. അമേരിക്കയുടെ ഏകാധിപത്യ സ്വാധീനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പുതിയ സഖ്യങ്ങൾ ഉയർന്നു വരുന്നു. ഇറാനും ചൈനയും ചേർന്ന് സഹകരണവും വിശ്വാസവും അടിസ്ഥാനം ചെയ്യുന്ന ഒരു പുതിയ ദിശ ലോകത്തിനു മുന്നിൽ വെക്കുന്നു. അവസാനം ഈ കഥ ഒരു സന്ദേശമാണ്: ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ജനങ്ങളിലാണ്. യുദ്ധവും സംഘർഷവും നിറഞ്ഞ ലോകത്തിൽ സമാധാനത്തിനും സഹകരണത്തിനും ഒരു പുതിയ വഴിയുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ഇറാനിൽ നിന്ന് വരുന്ന ആ ശബ്ദം ചൈനയിലൂടെ ലോകത്തേക്ക് പടരുന്നു, ഒരു പുതിയ ഭാവിയുടെ ആരംഭമായി.